നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉടനീളം നിരവധി ശാപകഥകൾ നമുക്ക് കാണാം. എന്നാൽ ഒട്ടുമിക്ക ശാപങ്ങളിലും കാലം കൊണ്ടും കർമ്മം കൊണ്ടോ നേടാവുന്ന പരിഹാരവും നിർദ്ദേശിക്കപ്പെടാറുണ്ട്. നമുക്ക് ജീവിതത്തിൽ നേരിടുന്ന ദുരവസ്ഥയും ഇതുപോലെയാണ്. കാലകർമ്മങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊള്ളും. ക്ഷമയോടെ പരിശ്രമിക്കുക. സന്ധ്യാദീപത്തിനു മുൻപിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എങ്ങനെയിരിക്കണം എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. ചമ്രം വടിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും അതിന് കഴിയാത്തവർക്ക് സൗകര്യപ്രദമായി ഇരിക്കാവുന്നതാണ്. എന്നാൽ കാലുകൾ വിളക്കിനു നേരെ നീട്ടിവെച്ച് ജപിക്കാനിരിക്കരുത്. വെറും നിലത്തിരിക്കാതെ ഒരു പായ വിരിച്ചിരിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. ഗോപാല മുകുന്ദ, തരാം ഗോപാല. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. വെണ്ണയ നീക്കുക ആദ്യമായി നൽകണോ, വെണ്ണയ നീക്കുക ആദ്യമായി നൽകണം, തന്നിടുക വെണ്ണ വേഗം സഖികളെ. വെണ്ണയ നീക്കുക ആദ്യമായി നൽകണോ, തന്നിടുക വെണ്ണ വേഗം സഖികളെ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല.
തിന്നേനകം ക്ഷീണമെല്ലാം തീർന്നു, വെണ്ണ തിന്നേനകം ക്ഷീണമെല്ലാം തീർന്നു. പാടു സഖികളെ നൃത്തം ഞാൻ വെക്കുന്നു. വെണ്ണ തിന്നേനകം ക്ഷീണമെല്ലാം തീർന്നു. പാടു സഖികളെ നൃത്തം ഞാൻ വെക്കുന്നു. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതറാം ഗോപാല മുകുന്ദ വെണ്ണതറാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതറാം ഗോപാല മുകുന്ദ വെണ്ണതറാം ഗോപാല. പരമശിവന് ആചാര്യഭാവത്തിലുള്ള ഒരവസ്ഥയുണ്ട്. അതിനെ ദക്ഷിണാമൂർത്തി എന്നാണ് പറയുക. ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർ, വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ആരാധിക്കേണ്ട മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി. ഇന്നത്തെ കഥയമ്മ ദക്ഷിണാമൂർത്തിയുടെ കഥയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ കൊട്ടിയൂരപ്പൻ്റെ കഥകൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മൾ കേട്ടു. ഇന്നേ ദിവസം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തെ, ഒരു ഭാവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കഥയമ്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് എന്ന് കഴിഞ്ഞൊരു അധ്യായത്തിൽ നമ്മൾ പറയണ്ടായി. അതുപോലെ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാവമാണ് ഗുരുഭാവം. ശിവനാണ് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു ഗുരുനാഥനില്ല. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ എന്നാണ് വാക്യം. ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ്. ശിവനെ തൊട്ടേ ഗുരുനാഥന്മാരെ കൂട്ടുള്ളൂ. ആദ്യത്തെ ഗുരു മഹാദേവനാണ്. ആ മഹാദേവന്റെ ഗുരുഭാവം ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ഭാവത്തെയാണ് ഇന്നേ ദിവസം നമ്മൾ വിചാരം ചെയ്യാൻ വേണ്ടി പോകുന്നത്. മഹാദേവന് തന്നെ നിരവധിയായിട്ടുള്ള ഭാവങ്ങളുണ്ട്. ഇപ്പോൾ കൊട്ടിയൂര് ഭഗവാന്റെ ഈ ദക്ഷയാഗം കഴിഞ്ഞിട്ടുള്ള വൈരാഗ്യാവസ്ഥയിലുള്ള ഭാവമാണെന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരാതമൂർത്തിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ തൃപ്പങ്കോട് പോവുകയാണെങ്കിൽ കാലഹാരിയായിട്ടുള്ള ഭഗവാനാണെന്ന് പറയാറുണ്ട്. ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോ ഭാവമാണ്. അതിലേറ്റവും വിശേഷപ്പെട്ട ഒരു ഭാവമാണ് ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ഭാവം. ആ ഭഗവാന്റെ ഭാവത്തിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് വിദ്യയാണ്. അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ വളരെ ശാന്തശീലനായിട്ട് യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് കയ്യിൽ ചിന്മുദ്രയും ജപമാലയും ധരിച്ചുകൊണ്ട് സപ്തർഷികൾക്ക് 7 പേർക്ക് മൗനത്തിലൂടെ വിദ്യ അഭ്യസിക്കുന്ന ഭാവമാണ് ഈ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന ഭാവം. അദ്ദേഹം ഇരിക്കുന്നത് ഒരു പേരാലിൻ്റെ ചുവട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി തെക്ക് ഭാഗത്തേക്കാണ്, ദക്ഷിണ ദിക്കിലേക്കാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്നത് എന്നുമാണ് സങ്കല്പം. നമുക്കറിയാം, ഭാരതീയ സങ്കല്പത്തിൽ വിദ്യയുടെ ദേവനായിട്ട് നമ്മൾ പൊതുവിൽ കണക്കാക്കുന്നത് എപ്പോഴും സരസ്വതി ദേവിയാണ്. സരസ്വതി മാതാവിനോടൊപ്പം തന്നെ സ്ഥാനം വിദ്യയുടെ കാര്യത്തിൽ ഈ ദക്ഷിണാമൂർത്തിക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വിദ്യ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വിദ്യാസമ്പാദനം സാധ്യമാവും എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. സപ്തർഷികൾക്ക് പോലും വിദ്യ കൊടുത്തത് ഭഗവാനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരാചാര്യനെ നമുക്ക് എവിടെ അന്വേഷിച്ചാലാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കയ്യിലുള്ള ആ ചിന്മുദ്ര, അതേ മുദ്രയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ സാക്ഷാൽ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമിയും കയ്യിൽ ധരിച്ചിട്ടുള്ളത് ഈ മുദ്രയാണ്. ആ ചിന്മുദ്ര ധരിച്ചുകൊണ്ട് ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തെ എപ്പോഴും പ്രകടമാക്കിക്കൊണ്ട് വിദ്യയുടെ തന്നെ മൂർത്തിമത് രൂപമായിട്ടുള്ള ദക്ഷിണാമൂർത്തിയെ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആരാധിക്കാൻ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുക. എത്രത്തോളം പ്രാധാന്യം വിദ്യാരംഭത്തിന് നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നാണ്. കാരണം ഭഗവാൻ വിദ്യ കൊടുക്കുന്ന പാരമ്പര്യമുള്ള ആളാണ്. ഒപ്പം തന്നെ ദക്ഷിണ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് ദക്ഷിണാമൂർത്തി എന്നുള്ളൊരു ഭാഗം കൂടെ പറയാറുണ്ട്. അതൊരു നാടോടി കഥയാണ്, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രധാനമായിട്ടും ദക്ഷിണ ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഭാവത്തിലിരിക്കുന്ന സപ്തർഷികൾക്ക് വിദ്യ കൊടുക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ദക്ഷിണാമൂർത്തി എന്നുള്ള ഭാവത്തിൽ ആരാധിക്കുന്നത്.
ഇപ്പം ഏതൊക്കെ വിദ്യയാണോ നിങ്ങൾക്ക് താല്പര്യം, നോക്കൂ, ഭഗവാൻ അറിയാത്തതായിട്ട് എന്ത് വിദ്യയാണുള്ളത്? നൃത്തം അഭ്യസിക്കുന്ന ആളുകൾ നടരാജനായിട്ടുള്ള ശിവനെ ദക്ഷിണാമൂർത്തിയായിട്ട് കാണും. ആയുധാഭ്യാസം ചെയ്യുന്ന ആളുകൾ ആ സാക്ഷാൽ കാലനെ നിഗ്രഹിക്കുന്ന, ത്രിപുരങ്ങളെ നിഗ്രഹിക്കുന്ന, ഒരൊറ്റ അസ്ത്രം കൊണ്ട് 3 പുരങ്ങളെയും ഇല്ലാതാക്കി ത്രിപുരങ്ങളെ ദഹിപ്പിച്ച ഭഗവാന്റെ ഭാവത്തെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കണ്ട് ആരാധിക്കുക. ശ്രീപാർവതി സമേതനായിട്ടുള്ള ഭഗവാനെ ആ വിദ്യ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ, വിദ്യാർത്ഥികൾ ആരാധിക്കുക. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ദക്ഷിണാമൂർത്തിയുടെ ഭാവത്തെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. എന്ത് വിദ്യയാണ് അദ്ദേഹം തരുന്നതുകൂടെ പറഞ്ഞ് നമുക്ക് ആത്യന്തികമായിട്ടുള്ള ആ അറിവിലേക്കുള്ള സഞ്ചാരമാണ് ഭഗവാൻ തരുന്നത്, അല്ലാതെ കേവലം ഭൗതികമായിട്ടുള്ള വിദ്യ മാത്രമാണ് എന്ന് കരുതരുത്. തീർച്ചയായിട്ടും ഭഗവാൻ ഈ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് വേണ്ട, വിദ്യാഭ്യാസത്തിന് വേണ്ട വിദ്യയൊക്കെ ഭഗവാൻ തരുന്നുണ്ട്. അതിലും ഉപരിയായിട്ട് ബ്രഹ്മവിദ്യയാണ് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഒരു ഭാവം നമ്മൾക്ക് എപ്പോഴും ദക്ഷിണാമൂർത്തിയെ ആചരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുചിതമായിട്ടുള്ള ദിവസങ്ങളായിട്ട് പറയുന്നത് വിജയദശമി. വളരെയധികം പ്രസിദ്ധമാണ് ഈ ദക്ഷിണാമൂർത്തിയെ ആരാധിക്കാൻ. 2 വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഭഗവാനെ ആരാധിക്കുന്നത് വിദ്യ ലഭിക്കാൻ ഏറെ വൈശിഷ്ട്യമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തിയുടെ ഭാവമുണ്ട്. വൈക്കത്തപ്പൻ തന്നെ രാവിലത്തെ സമയത്ത് ദക്ഷിണാമൂർത്തി ഭാവത്തിലാണത്രേ ഭഗവാൻ പ്രകടമാവുന്നത്. മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്ത് ശുഗപുരം എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണ ഗ്രാമമുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരൻ ശുഗവരത്തപ്പനായിട്ട് വിളങ്ങുന്നതും ഇതേ ദക്ഷിണാമൂർത്തി തന്നെയാണ് എന്നുള്ള ഭാവം അദ്ദേഹത്തെ ആ ഭാവത്തിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കാനും ആ ഏറ്റവും വലിയ ബ്രഹ്മവിദ്യയുടെ പാതയിലേക്ക് സഞ്ചരിക്കാനും ഭഗവാൻ മഹാദേവന്റെ ദക്ഷിണാമൂർത്തി ഭാവത്തെ സദാ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഭാരതത്തിലുടനീളമുള്ള ക്ഷേത്ര നിർമ്മാണ രീതികൾ പരിശോധിച്ചാൽ ഏറ്റവും സങ്കീർണമായ ഘടനയുള്ളത് കേരളീയ ക്ഷേത്ര മാതൃകകൾക്കാണെന്ന് കാണാം. മറ്റു പ്രദേശങ്ങളിൽ ശിലാശില്പങ്ങൾ, ഗോപുരങ്ങൾ, വർണ്ണചിത്രങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യ കൃത്യമായ കണക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ശരവണപ്പൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ശ്രീ മുരുകക്ഷേത്രം. ശരവണപ്പൊയ്കയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃതാഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീ മുരുകക്ഷേത്ര സന്നിധി. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ശക്തി ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ് പെരുന്ന ശ്രീ മുരുകക്ഷേത്രം. മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചതുപ്പ് നിലമായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു. ഏകദേശം 1000-ന് മേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിന്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. പെരുന്നയിൽ മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത്. താരകാസുര വധത്തിനു ശേഷം വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ കർമ്മവഴികളെ ശുദ്ധീകരിച്ച്
ചൈതന്യപൂർണമായൊരു ജീവിതം സ്വപ്നം കാണുന്നവർക്ക് പെരുന്നയിൽ ശ്രീ മുരുകക്ഷേത്ര ദർശനം മഹാപുണ്യമാകുന്നു. കലികാലത്തിന്റെ സർവകഷ്ടതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്രദർശന പുണ്യം നേടുകയെന്നത് ഈ കലികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ: ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു. ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു. വാർദ്ധക്യത്തിലും പ്രായാധിക്യം വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സു നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുന്നു. ആ സ്വപ്നദർശനത്തിൻ്റെ പൊരുൾ ഇങ്ങനെയായിരുന്നു: ഇനി തന്നെ കാണാനായി പഴനിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി പെരുന്ന ദേശത്തു തന്നെ ഭഗവാന്റെ ചൈതന്യരൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു. ഉടൻ തന്നെ തിരുമേനി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടുംതറയാറ്റിൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടുംതറയാറ്റിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു. വിഗ്രഹ ഘോഷയാത്രക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്ത് ഇറക്കി വച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു. അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുക ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കിടെ താഴികക്കുടത്തിൽ നിന്ന് കിട്ടിയ ചെമ്പോലയിൽ നിന്ന് ക്ഷേത്രത്തിന് 1800 പരം വർഷത്തെ പഴക്കമുള്ളതായും കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്കിടയിൽ പല കാലഘട്ടങ്ങളിലും പെരുന്നയിൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ടെങ്കിലും കാഴ്ചയിൽ 1000 പരം വർഷത്തിൻ്റെ പഴക്കം സൂചിപ്പിക്കുന്ന പലതും ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. ഓടുമേൽക്കൂരമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു. വിവിധ വശങ്ങളിൽ നിന്നുള്ള ക്ഷേത്രക്കാഴ്ചകളും മനോഹരമാണ്. ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവ്വകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു. ബലിക്കല്ലിന് മുകളിലായി ശില്പഭംഗികൾ കാണാം. നാലമ്പലത്തിലേക്ക് കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കൊത്തുപണികളും കാണാം. നമസ്കാര മണ്ഡപത്തിന് മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുവർ ചിത്രങ്ങളിൽ ഭഗവാന്റെ കഥകൾ കാണാം. നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു ചുമർചിത്ര കഥയിൽ രാമചരിതവും ദർശിക്കാം. അങ്ങനെ നാലമ്പലം
അമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ. ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം കൊതിക്കുന്നു. ക്ഷേത്രത്തിനു മുന്നിലായി ക്ഷേത്രഗോപുരം കാണാം. ക്ഷേത്രഗോപുരത്തിലും ദേവശില്പങ്ങളാണ്. വിശാലമായ ക്ഷേത്രക്കുളമാണ് പെരുന്ന ക്ഷേത്രത്തിലേത്. മയിൽവാഹനനും ദണ്ഡായുധപാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശിവൻ, ഗണപതി, ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം നാഗദൈവങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു. ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റനാരങ്ങ നേർച്ച ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. ഒറ്റനാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ച് ജപിച്ചുകൊണ്ട് ഭഗവാനെ 6 വട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഃഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു. സ്കന്ദപുരാണം ഒരു യുഗം പറഞ്ഞാലും തീരാത്തതാണല്ലോ. അതുപോലെ തന്നെയാണ് പെരുന്നയിൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ. അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം. പ്രദോഷ പൂജകൾക്കായി അന്തരീക്ഷമൊരുങ്ങി. ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടർന്നു. ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ പൊയ്കകളിൽ ഭഗവത് രൂപം തെളിയുന്നു.